ഏറ്റവും ശക്തമായി രാവിലെ പറഞ്ഞൊരു കാര്യമുണ്ട്. അത് പുസ്തക ഉത്സവത്തിന്റെ തുടക്കമാണ്. അതെ, അതും തിരുവനന്തപുരത്ത് ഇതേ കാലയളവിൽ എല്ലാ കാലത്തും എല്ലാ വർഷവും നടന്നുവരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു അവസ്ഥ തന്നെയാണ്. അതിന്ന് ആരംഭിക്കുകയാണ് കേരളത്തിന്റെ നിയമസഭയിൽ. സുലേഖ അവിടെയുണ്ട്. സുലേഖ, എപ്പോഴാണ് ഈ നമ്മുടെ അന്താരാഷ്ട്ര പുസ്തകോത്സവം നിയമസഭാ മന്ദിരത്തിൽ ആരംഭിക്കുക? അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോയാൽ. തീർച്ചയായും ശരത്ത, വിനീഷ, ഗുഡ് മോർണിംഗ്. എന്തായാലും പുസ്തകോത്സവം ഒരു നിയമസഭ, കേരളത്തിലെ നിയമസഭ ഒരു ഗ്രന്ഥപുരയായി മാറുന്ന ഒരു കാഴ്ചയിലേക്ക് തന്നെയാണ് നമ്മൾ പോകുന്നത്. 13-ാം തീയതി വരെ ഇത്തരത്തിൽ ഗ്രന്ഥപുരയായി നിയമസഭ മാറുമെന്നുള്ളത് തന്നെയാണ്. ഇത്തരത്തിൽ വിവിധ പ്രസാധകരുടെ 166-ലധികം പ്രസാധകരുടെ പുസ്തകങ്ങൾ ഈ പുസ്തകമേളയിലുണ്ട്. അതിനൊപ്പം തന്നെ 313 പുസ്തക പ്രകാശനവും പുസ്തക ചർച്ചകളും, അതിനൊപ്പം തന്നെ മറ്റ് പാനൽ ചർച്ച, മീറ്റ് ദ ഓതർ, സ്മൃതി സന്ധ്യ, കവിയരങ്ങ് തുടങ്ങി നിരവധി പരിപാടികളൊക്കെ തന്നെയുമായിട്ടാണ് ഇത്തവണത്തെ നിയമസഭാ പുസ്തകോത്സവത്തിന്റെ 3-ാം പതിപ്പ് നടക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും മുഖ്യമന്ത്രി ഇന്ന് രാവിലെ 10:30-ക്കാണ് നിയമസഭാ പുസ്തകോത്സവം ഉദ്ഘാടനം ചെയ്യുക. ഈ പുസ്തകോത്സവത്തിൽ മയ്യഴിയുടെ കഥാകാരൻ എം മുകുന്ദന് ഈ നിയമസഭ അവാർഡ് സമ്മാനിക്കും. മുഖ്യമന്ത്രിയാണ് അവാർഡ് സമ്മാനിക്കുന്നത്. അതിനൊപ്പം തന്നെ ഈ പരിപാടിയിൽ കർണാടക സ്പീക്കർ UT ഖാദർ ഫരീദ് മുഖ്യാതിഥിയാകുന്നുണ്ട്. ഒപ്പം പുസ്തകോത്സവത്തിന്റെ രണ്ടാം പതിപ്പിന്റെ സ്മരണിക പ്രശസ്ത സാഹിത്യകാരൻ ദേവദത്ത് പട്നായിക്കാണ് പ്രകാശനം ചെയ്യുന്നത്. ഒപ്പം ശ്രീലങ്കയിലെ സാഹിത്യകാരിയും ഈ പരിപാടിയിൽ ഭാഗമാകുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. അത്തരത്തിൽ എല്ലാ തരത്തിലും നിയമസഭാ പുസ്തകോത്സവം ജനങ്ങളിലേക്ക് എത്തുകയാണ്. 3-ാം എഡിഷനാണ് നിയമസഭാ പുസ്തകോത്സവത്തിന്റെ 3-ാം എഡിഷനാണ് ഇന്നു മുതൽ 13-ാം തീയതി വരെ നടക്കുന്നത്. നമുക്കറിയാം, തിരുവനന്തപുരത്ത് കലാകായിക പ്രതിഭകളുടെ വലിയൊരു മേള നടക്കുന്നുണ്ട്. അതിനോട് അനുബന്ധിച്ച് തന്നെയാണ് പുസ്തകോത്സവവും നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കുട്ടികൾക്ക് ഉപയോഗപ്രദമായ, അല്ലെങ്കിൽ കുട്ടികളെ ലക്ഷ്യം വെച്ചുകൊണ്ട് സ്റ്റുഡൻറ് കോർണർ എന്ന രീതിയിൽ കുട്ടികൾക്ക് ഉപയോഗപ്രദമാകുന്ന തരത്തിലുള്ള ഒരു പ്രത്യേക പവലിയൻ, അല്ലെങ്കിൽ അത്തരം കുട്ടികളുടെ പുസ്തകങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പ്രത്യേക പവലിയൻ ഈ നിയമസഭാ പുസ്തകത്തിൽ. ശരി, സുലേഖ പറഞ്ഞത് ഒരു പ്രധാന കാര്യം. 3-ാം എഡിഷനിലേക്ക് പോകുമ്പോൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള പുതിയ കാര്യങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്, കൂട്ടിച്ചേർത്തിട്ടുണ്ട് എന്നുള്ളത് കൂടിയാണ്. കേരളത്തിന്റെ ഇത്തരം എന്താണ് പറയുക, പുസ്തകോത്സവങ്ങളുടെ മുൻനിരയിൽ ഇടം പിടിച്ചിരിക്കുന്നു നിയമസഭയുടെ പുസ്തകോത്സവം. അതിന്റെ 3-ാം എഡിഷൻ ഇന്ന് ആരംഭിക്കുന്നു 13 വരെ. അപ്പോൾ ഈ നാളെ കലോത്സവത്തിന് കൊടിയിറങ്ങിയാലും തിരുവനന്തപുരത്തിന്റെ ആഘോഷങ്ങൾ അവസാനിക്കുന്നില്ല. ഡിസംബറിൽ തുടങ്ങിയതാണ്. അപ്പോൾ കേരളമെമ്പാടുമുള്ള മനുഷ്യർ തിരുവനന്തപുരത്തേക്ക് ഈ പുസ്തകോത്സവം കാണാനെത്തുന്നു. എല്ലാ പ്രസാധകരുടെയും സ്റ്റോളുകൾ അവിടെ ഒരുക്കിയിട്ടുണ്ട്. വലിയ വിലക്കുറവിൽ പുസ്തകങ്ങൾ ലഭിക്കും. അതുപോലെ തന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള പരിപാടികളുണ്ട്, ചർച്ചകളുണ്ട്, ഒരുപാട് പുസ്തകങ്ങളുടെ പ്രകാശനമുണ്ട്. അങ്ങനെ നമ്മൾ രാവിലെ ബിജു മുത്തത്തിയുടെയൊക്കെ പുസ്തകത്തെക്കുറിച്ച് പറഞ്ഞത് അപ്പോഴാണ്. കൈരളിയാണ് 1-ാം ദിവസം വൈകുന്നേരം നടക്കുന്ന മെഗാ പ്രോഗ്രാം. അത് കൈരളിയാണ് ഇന്ന് ചെയ്യുന്നത് എന്നതുകൂടിയുണ്ട്. ശരി സുലേഖ, താങ്ക് യു.